അമ്മേ നാരായണ. വ്യാഴപ്രീതിക്കായി വ്യാഴാഴ്ച ദിവസം എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാം? ആരൊക്കെയാണ് ഇത് ചെയ്യേണ്ടത്? എല്ലാവർക്കും ചെയ്യാമോ? ചെയ്താൽ എന്താണ് ഗുണം കിട്ടുക എന്നുള്ള കാര്യങ്ങളാണ്. അപ്പം മകരം രാശിയിൽ വ്യാഴം വന്നാൽ വ്യാഴം നീചരാശിയിലാണെന്ന് പറയും. നീചരാശിയിലാണെങ്കിൽ എന്താവും? ഗുരുത്വക്കുറവ്, ദൈവാധീനക്കുറവൊക്കെ ഉണ്ടാവാം. ഗുരുത്വക്കുറവും ഉണ്ടാകാം, ദൈവാധീനക്കുറവും ഉണ്ടാവാം. അപ്പോൾ ഗുരുത്വക്കുറവും ദൈവാധീനക്കുറവും മാറ്റുന്നതിനായി നമ്മൾക്ക് വ്യാഴപ്രീതി ആവശ്യമാണ്. വ്യാഴത്തെ നമ്മൾ ഗുരുവായാണ് സങ്കല്പിക്കുന്നത്. അപ്പോൾ ആർക്കൊക്കെ ചെയ്യാം? മകരം രാശിയിൽ വ്യാഴമുള്ളവർക്ക്, ജാതകത്തിൽ ഗ്രഹനിലയിൽ വ്യാഴം മകരം രാശിയിലുള്ളവർക്ക് ഈ വ്യാഴാഴ്ച ദിവസം മഞ്ഞ വസ്ത്രമൊക്കെ ധരിച്ചുകൊണ്ട് യഥാശക്തി ഈ പൂജ ചെയ്യാം. അതിന് നമുക്ക് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. വിശാഖം, പുണർദം, പുരുട്ടാതി ഈ 3 നക്ഷത്രക്കാരുടെയും ദശാനാഥൻ വ്യാഴമാണ്. അവർക്ക് വ്യാഴാഴ്ചകളിൽ ഈ പൂജ ചെയ്യാം. എല്ലാവർക്കും ദൈവാധീനവും ഗുരുത്വവും ആവശ്യമുള്ളത് കൊണ്ട് 27 നക്ഷത്രക്കാർക്കും വ്യാഴാഴ്ചകളിൽ ഈ പൂജ ചെയ്യാം. വ്യാഴത്തിൻ്റെ ദശാകാലത്തും വ്യാഴത്തിൻ്റെ അപഹാരകാലത്തും ഈ പൂജ പ്രത്യേകമായി ചെയ്യാം. മീനൻ രാശിയിൽ ജനിച്ച പുരുട്ടാതിയുടെ അവസാന പാദവും ഉത്രട്ടാതിയും രേവതിയും നക്ഷത്രക്കാർക്ക് ഈ പൂജ കൃത്യവുമായിട്ടും വ്യാഴാഴ്ച ദിവസങ്ങൾ ചെയ്യുന്നത് ഉത്തമമാണ്. അതുപോലെ ധനുരാശിയിൽ മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യപാദം വരുന്ന 2 നക്ഷത്രക്കാർക്കും ഈ വ്യാഴത്തിൻ്റെ നീചത്വം അല്ലെങ്കിൽ വ്യാഴത്തിൻ്റെ ആനുകൂല്യം, ദൈവാധീനം അല്ലെങ്കിൽ ഗുരുത്വം വർദ്ധിപ്പിക്കുന്നതിന് ചെയ്യാം. അതിന് നമുക്ക് എന്താണ് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു മഞ്ഞ ടവൽ അല്ലെങ്കിൽ ഒരു മഞ്ഞ ഷോൾ എടുക്കുക. ഒരു കൃഷ്ണനോ ഗുരുവായൂരപ്പനോ അല്ലെങ്കിൽ നമുക്ക് ഭഗവാന്റെ മഹാവിഷ്ണുവിൻ്റെ എന്തെങ്കിലും രൂപമോ ഗുരുക്കന്മാരുടെ എന്തെങ്കിലും രൂപമോ എടുത്തു വയ്ക്കുന്നു. അതിൽ എന്തെങ്കിലും ഒരു നിവേദ്യം, അതായത് ഒരു ഞാലിപ്പൂവൻ പഴമാണ്, നമ്മൾ ഞാലിപ്പൂവൻ പഴം എടുത്ത് നിവേദ്യമായി വെച്ചു. മഞ്ഞ പുഷ്പങ്ങൾ കൊണ്ട് നമ്മൾ ഭഗവാനെ അർച്ചന ചെയ്യാണ്. അപ്പോൾ അർച്ചന ചെയ്യുന്നതിന് മുമ്പ് കഴിയുന്നതും മഞ്ഞ വസ്ത്രം ധരിച്ചുകൊണ്ട് ചെയ്താൽ വളരെ ഉത്തമമാണ്. കാരണം ഗുരുപ്രീതി കിട്ടാൻ വ്യാഴാഴ്ചകളിൽ മഞ്ഞ വസ്ത്രം ധരിക്കുന്നതും മഞ്ഞ പുഷ്യരാഗം ധരിക്കുന്നതും നല്ലതാണ്. അപ്പോൾ ഈ മഞ്ഞ വസ്ത്രം ധരിച്ചുകൊണ്ട് പൂജ ചെയ്യുമ്പോൾ എന്താണ്? ആദ്യം നമ്മൾ ഗുരു ഭഗവാനെ, അതായത് ഗുരുക്കന്മാരെ വന്ദിക്കണം. അപ്പോൾ അതിന് ഗുരുക്കന്മാരുടെ ഒരു സ്തോത്രം നമ്മൾ ചെയ്യണം. നമ്മളെ പ്രാർത്ഥിച്ചോളൂ പുഷ്പം എടുത്തുകൊണ്ട്. ഗുരു ബ്രഹ്മോ ഗുരു വിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മം തസ്മൈ ശ്രീ ഗുരവേ നമഃ. ബ്രഹ്മാനന്ദം സകല സുഖദം കേവലം ജ്ഞാനമൂർത്തി വിശ്വാതീതം ഗഗനസദസ്യം തത്വമസ്വാദിരൂപം ഏകം നിത്യവിമലമജലം സർവദാ സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും നമാമി. അഖിലാൻ അപരാധാന്മേ ക്ഷമസ്യ കരുണാനിധേ പ്രസീദ മദ്ഗുരോ നാഥ ജനകായ നമോ നമ. നമുക്ക് അറിവ് തന്നിട്ടുള്ള, നമ്മളേക്ക് മാർഗം തെളിച്ച് തന്നിട്ടുള്ള ഏതൊരാളെയും നമ്മൾ ഈ തരുണത്തിൽ ഓർക്കുകയാണ്. കാരണം അവരെല്ലാം ഗുരുക്കന്മാരാണ്. അച്ഛൻ, അമ്മ, അതുപോലെ സഹോദരങ്ങൾ, നമ്മളെക്കാൾ ചെറുതും വലുതുമായ സുഹൃത്തുക്കൾ, നമ്മൾക്ക് അക്ഷരം പഠിപ്പിച്ച ആശാൻ മുതൽ നമ്മളെ ഉയർന്ന തലത്തിലേക്ക് PhD പോലെയൊക്കെ എടുക്കാനായി മാർഗനിർദ്ദേശം നൽകിയ എല്ലാ ഗുരുക്കന്മാരെയും, ഗുരു ബ്രഹ്മാവിനെയും വിഷ്ണുവിനെയും മഹേശ്വരനെയും എല്ലാവരെയും പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഗുരുത്വവും ദൈവാധീനവും ഉണ്ടാവണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഈ അർച്ചന ചെയ്യാണ്. അർച്ചന ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഭഗവാനെയാണ്, കൃഷ്ണനാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പം ഇവിടെ മഹാവിഷ്ണുവായിട്ട് സങ്കല്പിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം മഞ്ഞ പുഷ്പമെടുത്ത് ഹൃദയത്തിലേക്ക് ചേർത്ത് പിടിക്കുക. എപ്പോഴും നമ്മൾ ഏതെടുക്കുമ്പോഴും ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് രാജഗോപാല മന്ത്രം ജപിക്കുന്നത് ഏറ്റവും നല്ലതാണ്. ഒരു വശ്യമന്ത്രമാണ് രാജഗോപാല രാജഗോപാല മഹാവിഷ്ണു ദേവതയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് രാജഗോപാല മന്ത്രം. ഓം കൃഷ്ണ കൃഷ്ണ മഹായോഗിൻ ഭക്താനാം അഭയങ്കര ഗോവിന്ദ പരമാനന്ദ സർവം മേ വശമാനയ സ്വാഹ.
അങ്ങനെ ഒരു 9 പ്രാവശ്യം ഗുരുത്വം, ദൈവാധീനം, ഭാഗ്യം ഒക്കെ 9 പ്രാവശ്യം നമ്മളങ്ങനെ ചെയ്യാണ്. ഗുരു ഇത് മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഓം കൃഷ്ണ കൃഷ്ണ മഹായോഗിൻ ഭക്താനാമഭയങ്കര ഗോവിന്ദ പരമാനന്ദ സർവം മേ വശമാനയ സ്വാഹ. ഓം കൃഷ്ണ കൃഷ്ണ മഹായോഗിൻ ഭക്താനാമഭയങ്കര ഗോവിന്ദ പരമാനന്ദ സർവം മേ വശമാനയ സ്വാഹ. ഇങ്ങനെ ചെല്ലുന്നതോടൊപ്പം ദോഷമുണ്ടെന്ന് തോന്നുന്ന മകരൻ രാശിയിൽ വ്യാഴം നിൽക്കുന്നവർക്ക്, മറ്റേതെങ്കിലും 3, 6, 8, 12 വ്യാഴം നിൽക്കുന്നതെങ്കിൽ ആ വ്യാഴത്തിൻ്റെ നീചം ഭംഗം ചെയ്താലും ഇല്ലെങ്കിലും ആ ദോഷം പൂർണ്ണമായി മാറുന്നതിന് ഒരു നാണയം എടുത്തുകൊണ്ട് മഞ്ഞ ടവൽ കെട്ടി ഭഗവാനിൻ്റെ ഭണ്ഡാരത്തിൽ സമർപ്പിക്കുക. അപ്പം മനസ്സിൽ ഓം നമോ ഭഗവതേ വാസുദേവായ എടുത്തു ചൊല്ലു. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഇത് ഓരോരുത്തരും വ്യാഴാഴ്ച ദിവസം നമ്മളുടെ ശക്തിക്കൊത്ത വഴിപാട് പോലെ ഒരു പ്രാവശ്യം നാണയം വെച്ച് പ്രാർത്ഥിക്കുക. ബാക്കിയുള്ള സമയം മഞ്ഞപ്പുഷ്പങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ നമുക്ക് ഉണക്കലരി കൊണ്ടോ ഏലയ്ക്ക കൊണ്ടോ ഒക്കെ അർച്ചന ചെയ്യാം. അർച്ചന ചെയ്യുന്നത് നല്ലതാണ്. എന്നിട്ട് മനസ്സറിഞ്ഞ് ഭഗവാനോട് പ്രാർത്ഥിക്കുക. ദൈവാധീനവും ഗുരുത്വവും ഉണ്ടെങ്കിൽ എല്ലാം നമുക്ക് സാധ്യമാവും. എല്ലാവർക്കും എല്ലാ നന്മകളും ആശംസിച്ചുകൊണ്ട് വ്യാഴാഴ്ചകളിൽ വ്യാഴപ്രീതി വരുത്തൂ. ഭഗവാന്റെ മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. മോളെ നന്നായിട്ട് ചെയ്തു കേട്ടോ. ശരി.